ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ എന്ന ബൈബിൾ പഠന വിചിന്തന പരമ്പരയിലേക്ക് സ്വാഗതം. ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന നിരവധിയായ അത്ഭുതങ്ങളിലൂടെ എന്തു സന്ദേശമാണ് ദൈവം നമുക്ക് നൽകുന്നത് എന്ന് പഠിക്കാനുള്ള, കണ്ടെത്താനുള്ള ശ്രമമാണ് നമ്മൾ ഈ പരമ്പരയിലൂടെ നടത്തുന്നത്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അനേകം അത്ഭുതങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പഴയതിനേക്കാൾ കൂടുതൽ പുതിയ നിയമത്തിലുണ്ട് അടയാളങ്ങൾ, അത്ഭുതങ്ങൾ. അത് മുഖ്യമായും യേശു പ്രവർത്തിച്ച അത്ഭുതങ്ങളാണ്, അടയാളങ്ങളാണ്. വിശുദ്ധ മർക്കോസ് സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അടയാളങ്ങളിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. നമ്മൾ 16 അത്ഭുതങ്ങൾ അഥവാ അടയാളങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്ന 17ാമത്തെ അത്ഭുതമാണ് ബർത്തിമേയുസിന് കാഴ്ച കൊടുക്കുന്ന സംഭവം. നമ്മൾ കാണുകയുണ്ടായി, മർക്കോസ് സുവിശേഷം 3 ഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്. ആദ്യത്തേത് ഗലീലയിലെ പ്രവർത്തനങ്ങളാണ്. അത് പത്രോസിന് വിശ്വാസ പ്രഖ്യാപനത്തിൽ വന്ന് സമാപിക്കുന്നു. അതോടെ തുടർന്ന് സംഭവിക്കുന്നത് ഗലീലയിലേക്കുള്ള യാത്രയാണ്. ആ യാത്ര യേശു ശിഷ്യന്മാർക്ക് ശിഷ്യത്വത്തെക്കുറിച്ച് നൽകുന്ന പ്രബോധനത്തിൻ്റെ സമയമാണ്. അതുകൊണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തിയ 2 അടയാളങ്ങൾ മാത്രമേ, അത്ഭുതങ്ങൾ മാത്രമേ ഈ ഘട്ടത്തിലുള്ളൂ. അവിടെ പ്രധാനമായിട്ടും കാണുന്നത് യേശുവിൻ്റെ പീഡാനുഭവ പ്രവചനങ്ങൾ, അതോടെക്കുറിച്ചുള്ള ശിഷ്യന്മാരുടെ നിഷേധാത്മകമായ പ്രതികരണങ്ങൾ അവർക്ക് മനസ്സിലാവുന്നില്ല. അതുതന്നെയല്ല, യേശുവിൻ്റെ ചൈതന്യം സ്വീകരിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. യേശു കുരിശിനെക്കുറിച്ച് പറയുമ്പോൾ ശിഷ്യന്മാർ മഹത്വമാണ് സ്വപ്നം കാണുക. ഏറ്റവും വ്യക്തമായ സൂചനയാണ് അവസാനമായിട്ട് യോഹന്നാനും യാക്കോവും യേശുവിൻ്റെ അടുക്കൽ വന്ന് ഇരുവശത്തും അവൻ്റെ മഹത്വത്തിൽ തൻ്റെ വലത്തും ഇടത്തും ഇരിക്കാനുള്ള അധികാരം, അവകാശം കൊടുക്കണമെന്ന് ആവശ്യപ്പെടുക. അപ്പോൾ എന്താണ് യേശു ലക്ഷ്യമിക്കുന്നത്? യേശു പ്രഘോഷിക്കുന്ന സുവിശേഷം എന്താണ്? യേശുവിൻ്റെ കുരിശിൻ്റെ മഹത്വം എന്നാണ്, അഥവാ കുരിശിൻ്റെ അർത്ഥം എന്താണ്? ഇത് ഗ്രഹിക്കാൻ സാധിക്കാതെ പോകുന്ന ശിഷ്യന്മാർ ഏതാണ്ട് 3 വർഷമായി കൂടെ കൊണ്ടു നടക്കുന്നു. കഫർനാമിൽ നിന്ന് അല്ലെങ്കിൽ ഗലീലി തടാകത്തിരുത്ത് നിന്ന് അവരെ വിളിച്ചു കൂടെ കൊണ്ടുവന്നതാണ്. എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങിത്തിരിച്ചതായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ അവർ കണ്ടു, ഒരുപാട് കാര്യങ്ങൾ കേട്ടു. യേശുവിൻ്റെ പ്രവർത്തനത്തിൽ അവർ പങ്കുചേർന്നു. ഇതെല്ലാമായിട്ടും യേശു ആരാണെന്നോ, യേശു പ്രഘോഷിക്കുന്ന സുവിശേഷത്തിൻ്റെ കാതൽ എന്താണെന്നോ, അവർ സ്ഥാപിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ സ്വഭാവം എന്താണെന്നോ ഇനിയും അവർക്ക് മനസ്സിലായിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ഈ യാത്രയുടെ അവസാനത്തെ ഒരു സംഭവമായി മർക്കോസ് ഒരു അത്ഭുതം രേഖപ്പെടുത്തിയിരിക്കുന്നത്. 10ാമത്തെ അധ്യായം 46 മുതൽ 52 വരെയുള്ള വാക്യങ്ങൾ. ഇത് ജെറൂസലം യാത്രയുടെ സമാപനമാണ്. ഇതിന് ശേഷം സംഭവിക്കുന്ന ജെറൂസലത്തിലേക്കുള്ള പ്രവേശനമാണ്. ഈ സംഭവം മറ്റ് സുവിശേഷന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മത്തായി എഴുതിയ സുവിശേഷത്തിൽ 20ാം അധ്യായം 29 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിലും, ലൂക്ക എഴുതിയ സുവിശേഷം 18ാമത്തെ അധ്യായം 35 മുതൽ 43 വരെയുള്ള വാക്യങ്ങളിലും രേഖപ്പെടുത്തിയിരിക്കുന്ന സംഭവമാണ്. മത്തായിൽ 2 പേരായിട്ട് പ്രത്യക്ഷപ്പെടും. മർക്കോസിൽ ബർത്തിമേയുസ് എന്ന് പേരുണ്ട്. ലൂക്ക എഴുതിയ സുവിശേഷത്തിൽ കുരുടന് പേര് കൊടുത്തിട്ടില്ല. കുരുടൻ എന്തേ അർത്ഥമുള്ളൂ. അപ്പോൾ അല്പസ്വല്പ വ്യത്യാസമുള്ള ഒരേ സംഭവം തന്നെയാണ്, വ്യത്യസ്തമായ ഊന്നലുകളിലൂടെ അവതരിപ്പിക്കുന്നു എന്ന് മാത്രം. നമുക്ക് ഈ സംഭവം ഒന്ന് വായിക്കാം, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. അതിനുശേഷം എന്താണ് അതിൻ്റെ പ്രസക്തി എന്ന് ചിന്തിക്കാൻ ശ്രമിക്കാം. 10ാം അധ്യായം മർക്കോസ് സുവിശേഷം 10ാം അധ്യായം 46 മുതൽ 52 വരെയുള്ള വാക്യങ്ങൾ. അവർ ജെറീക്കോയിലെത്തി. അവൻ്റെ ശിഷ്യന്മാരോടും വലിയ ഒരു ജനാവലിയോടും കൂടി ജെറീക്കോ വിട്ടു പോകുമ്പോൾ തിമേയുസിൻ്റെ പുത്രനായ ബർത്തിമേയൂസ് എന്ന അന്ധയാചകൻ വഴിയരികിൽ ഇരിപ്പുണ്ടായിരുന്നു. നസ്രായനായ യേശുവാണ് പോകുന്നത് എന്നറിഞ്ഞപ്പോൾ അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. നിശബ്ദനായിരിക്കാൻ പറഞ്ഞുകൊണ്ട് പലരും അവനെ ശകാരിച്ചു. എന്നാൽ അവൻ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ. യേശു പെട്ടെന്ന് നിന്നിട്ട് പറഞ്ഞു, അവനെ വിളിക്കുക. അവർ അന്ധനെ വിളിച്ച് അവനോട് പറഞ്ഞു, ധൈര്യമായിരിക്കൂ, എഴുന്നേൽക്കുക, യേശു നിന്നെ വിളിക്കുന്നു. അവൻ പുറംകുപ്പായം ദൂരെ എറിഞ്ഞ് കുതിച്ചു ചാടി യേശുവിൻ്റെ അടുത്തെത്തി. യേശു ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണം എന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അന്ധൻ അവനോട് പറഞ്ഞു, ഗുരു, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. യേശു പറഞ്ഞു, നീ പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. തൽക്ഷണം അവന് കാഴ്ച ലഭിച്ചു. അവൻ യേശുവിനെ അനുഗമിച്ചു. ഇതാണ് യേശു പ്രവർത്തിച്ച അവസാനത്തെ അത്ഭുതമായി മർക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനിയും അത്ഭുതം കൂടിയുണ്ട്. അതൊരു നിഷേധാത്മകമായ അത്ഭുതമാണ്. ഫലം തരാത്ത അത്തിവൃക്ഷം ഉണങ്ങുന്ന സംഭവം. ഇപ്പോൾ ജെറൂസലമിലേക്കുള്ള യാത്ര അതിൻ്റെ അവസാന ഘട്ടത്തിലെത്തി. അവിടെ വെച്ച് സംഭവിക്കുന്ന ഒരു അത്ഭുതമാണ്. ഇതിന് ഒരുപാട് പ്രതീകാത്മകമായ അർത്ഥം കൂടി ഉണ്ട് എന്ന് ഓർക്കുക. ആദ്യത്തേത് യാത്രയുടെ അവസാനത്തെ ഘട്ടമാണ്.
ഇപ്പോൾ കേസറിയ ഫിലിപ്പി തുടങ്ങിയ യാത്ര ഇപ്പോൾ ജെറീക്കോയിലെത്തി നിൽക്കുകയാണ്. ജെറീക്കോയും ജെറൂസലം തമ്മിൽ ഏതാണ്ട് 25 കിലോമീറ്റർ ദൂരമാണുള്ളത്. ജെറീക്കോ ഒരു ഹെറോദിസ് മഹാരാജാവ് ഭരിച്ച പണ്ട് ഒരു സമ്മർ പാലസ് ആയിരുന്നു, വേനൽക്കാല വസതിയായിരുന്നു. ജെറൂസലമാണ് ഇസ്രായേലിൻ്റെ തലസ്ഥാനം. പക്ഷേ ജെറൂസലം പോലെ പ്രാധാന്യമുള്ള ഒരു പട്ടണമായിരുന്നു ജെറീക്കോ. ജെറീക്കോ ഒരുപാട് പ്രാധാന്യമുള്ള പുരാതനമായൊരു നഗരമാണ്. ആ ജെറീക്കോയാണ് ഇസ്രായേൽക്കാർ കടന്നു വരുമ്പോൾ ജോഷുവയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽക്കാരിന് ചുറ്റും തീർത്ഥാടനമായിട്ട് ഉടമ്പടിയുടെ പേടകവുമായി പ്രദക്ഷിണം നടത്തി 7-ാം ദിവസം ഈ നഗരത്തിൻ്റെ മതിലുകൾ ഇടിഞ്ഞു വീഴുന്നതായിട്ട് ബൈബിൾ കാണും. അതിനൊക്കെ പിന്നിൽ ഒത്തിരി പാരമ്പര്യമുള്ള വളരെ പഴയ ഒരു പട്ടണമാണ് ജെറീക്കോ. ഞാനത് കണ്ടിട്ടുണ്ട്. ജെറീക്കോ പട്ടണത്തിൻ്റെ നഷ്ടാവശിഷ്ടങ്ങൾ ഇന്ന് കാണുന്നുണ്ട്. ഏതാണ്ട് BC 6000-തോളം പഴക്കമുള്ള ഒരു നഗരമായിരുന്നു അത്ര ജെറീക്കോ. ഏതായാലും ജെറീക്കോ പട്ടണം വളരെ പ്രധാനപ്പെട്ടതാണ്. ജെറൂസലമിലേക്കുള്ള യാത്രയുടെ അവസാനത്തെ ഘട്ടവുമാണിത്. ലൂക്കായുടെ സുവിശേഷത്തിലാണെങ്കിൽ ജെറീക്കോയിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് സംഭവിച്ചതെന്ന് പറയും. കാരണം ലൂക്കാ എഴുതിയ സുവിശേഷത്തിൽ ഇതിനുശേഷം സക്കേയൂസിന് വീട്ടിൽ യേശു വിരുന്നിന് പോകുന്നതായിട്ട് കാണും. അതിനുശേഷമാണ് ജെറീക്കോ വിട്ടുപോകുക. അപ്പോൾ ജെറീക്കോയിലേക്ക് പ്രവേശിക്കുമ്പോഴാണോ വിട്ടുപോകുമ്പോഴാണോ അദ്ദേഹത്തിന് പ്രസക്തിയുള്ള കാര്യമല്ല. പട്ടണത്തിൻ്റെ വാതിൽക്കൽ അല്ലെങ്കിൽ പെരിഫെറിയിൽ പിന്നാമ്പുറങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ വേലിയിറമ്പിൽ നിന്നോ പറയാൻ കഴിയുന്ന ഒരു വ്യക്തി, പട്ടണത്തിൻ്റെ വിളുമ്പിൽ കഴിയുന്ന ഒരു ഹതഭാഗ്യൻ അന്ധനായ മനുഷ്യൻ. ഒരു ഭാഗത്ത് നിന്ന് യേശുവും ജനക്കൂട്ടവും വരുന്നു. ഇവിടെ വഴിവക്കിൽ ഭിക്ഷ യാചിക്കുന്ന ഒരു കുരുടൻ. നസ്രായനായ യേശുവാണ് പോകുന്നത് അറിഞ്ഞപ്പോൾ അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് അറിഞ്ഞു. അവന് ഉണ്ടായിരുന്ന കഴിവ് അവൻ ഉപയോഗിക്കുന്നു. അവൻ ആകെ ശേഷിച്ചിരിക്കുന്ന ശബ്ദമാണ്. അവന് ഒന്നേ ചെയ്യാനുള്ളൂ. അവൻ വിളിച്ചു പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ. അപ്പോൾ ഇവിടെ തന്നെ ഒരു വ്യത്യാസം കാണാം. ജനങ്ങൾ പറയുന്നത് നസ്രായനായ യേശുവാണ്. നസ്രായനായ യേശുവാണെന്ന് കടന്നു പോകുന്നത് എന്നത് ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള ചരിത്രപരമായ ജോഗ്രാഫിക്കലായിട്ടുള്ള വിശദീകരണമാണ്. യേശു നസ്രത്തുകാരനാണ്. നസ്രായനായ യേശു, നസ്രത്ത് എന്നുള്ള യേശു എന്നാണ് പറയുക. പക്ഷേ ദാവീദിൻ്റെ പുത്രൻ എന്ന് പറയുമ്പോഴേക്കും വിശ്വാസത്തിൻ്റെ പ്രകടനമായിട്ടുമാണ്. വിശ്വാസത്തിൻ്റെ ആദ്യപടി. ഇസ്രായേലിനെ പ്രതീക്ഷിച്ചിരുന്ന രക്ഷകനായ ദാവീദിൻ്റെ പുത്രനാണ് യേശു എന്നിവിടെ ഏറ്റു പറയുകയാണ്. ദാവീദിൻ്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ. നിശബ്ദനായിരിക്കാൻ പറഞ്ഞുകൊണ്ട് പലരും അവനെ ശകാരിച്ചു. ഈ കുരുടൻ്റെ ശബ്ദം യേശുവിൻ്റെ അനുയായികൾക്ക് അലോസരമായി അനുഭവപ്പെട്ടു. യേശുവിന് ശല്യമാകുന്നു. യേശുവിന് വാക്ക് കേൾക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. ശല്യം ഒഴിവാക്കും, മിണ്ടാതിരിക്കുക. പാവപ്പെട്ടവൻ്റെ നിലവിളി പലപ്പോഴും ഇങ്ങനെയാണ് കഴിവും ധനവുമൊക്കെ ഉള്ളവർക്ക് തോന്നുക. പാവപ്പെട്ടവൻ്റെ നിലവിളി എന്തോ ഒരു ശല്യമായി കാണുന്ന മനുഷ്യരുണ്ട്, ഇന്നുമുണ്ട്. നിശബ്ദരാക്കാൻ വയ്ക്കും, മിണ്ടാതിരിക്കുക, അനങ്ങരുത്. പുറന്തള്ളപ്പെടുന്ന, പുറംപോക്കിലേക്ക് തള്ളി മാറ്റപ്പെടുന്ന, നിശബ്ദരാക്കപ്പെടുന്ന പാവപ്പെട്ടവൻ്റെ പ്രതീകമായിട്ടാണ് ഇവിടെ ഈ കുരുടൻ പ്രതിഷ്ഠപ്പെടുക. നിശബ്ദരായിരിക്കുക. പക്ഷേ അവൻ നിശബ്ദനാവാൻ തയ്യാറല്ല. കാരണം അവനറിയാം ഇതാണ് അവസരം. യേശുവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഞാൻ രക്ഷപ്രാപിക്കും. എനിക്ക് ആകപ്പാടുള്ളത് ശബ്ദമാണ്. അവൻ ഉച്ചത്തിൽ നിലവിളിച്ചു. വീണ്ടും അവൻ ദാവീദിന്റെ പുത്രാ എന്നിൽ കനിയണമേ വീണ്ടും വിളിച്ചു പറഞ്ഞു. അവൻ്റെ ശബ്ദം യേശു കേട്ടു. യേശു പെട്ടെന്ന് നിന്നിട്ട് പറഞ്ഞു, അവനെ വിളിക്കുക. നിലവിളി കേട്ടാൽ മറുപടി പറയാതെ കടന്നു പോകുന്നവനല്ല യേശു. ബൈബിൾ മുഴുവനും നമുക്ക് എടുത്തു കാണിക്കുന്ന ഒരു സംഭവമുണ്ട്, ഒരു കാര്യമുണ്ട്. നിലവിളി കേൾക്കുന്നവനാണ് ദൈവം. പാവപ്പെട്ടവൻ്റെ നിലവിളിക്ക് ഉത്തരം കൊടുക്കുന്നവനാണ്. അത് ഉൽപ്പത്തി പുസ്തകം 4-ാമത്തെ അധ്യായത്തിൽ തുടങ്ങുന്നതാണ്. ശക്തനായ സഹോദരൻ കായേൻ ആബേലിനെ വധിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം കായേനെ നേരിടുന്നുണ്ട്. നിന്റെ സഹോദരൻ രക്തം മണ്ണിൽ നിന്നെ വിളിച്ചു കരയുന്നു. നിലവിളിക്ക് ഉത്തരം കൊടുക്കുന്നവനാണ്. അതുതന്നെയാണ് മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ട ദൈവം. സീനായി മലയുടെ അടിവാരത്ത് എരിയുന്ന മുൾപ്പടർപ്പിൽ പ്രത്യക്ഷപ്പെട്ട ദൈവം പറയും, എൻ്റെ ജനത്തിൻ്റെ നിലവിളി ഞാൻ കേട്ടു. ഇപ്പോൾ ക്രൂരത കാരണം, യജമാന്മാരുടെ ക്രൂരത കാരണം വരുന്ന ഉയർന്ന രോദനം എൻ്റെ കാതുകൾ പതിക്കും. നിലവിളി കേൾക്കുന്നവനാണ് ദൈവം, അത് മറക്കാതിരിക്കുക. അകാരണമായിട്ടുണ്ട് ആ നിലവിളിക്ക് ഉത്തരം കൊടുക്കും. നിലവിളിക്ക് ഉത്തരം കൊടുക്കും. ആ നിലവിളിയുടെ കാരണം ആരോ അവൻ ശിക്ഷിക്കപ്പെടുകയും ചെയ്യും. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നവൻ, നിലവിളിക്ക് കാരണമാകുന്നവൻ ശ്രദ്ധിക്കണം, ഞാൻ നിനക്കെതിരാണ് എന്ന് ദൈവം പറയുന്നുണ്ടാവും. അതാണല്ലോ ഈ ഈജിപ്തുകാരുടെ അനുഭവത്തിലൂടെ എടുത്തു കാണിക്കുക. ഇസ്രായേൽക്കാരെ പിൻചെന്ന അവസാനം ചാവുകടലിലൂടെ യാത്ര ചെയ്ത ആ ഈജിപ്ത് സൈന്യത്തിൻ്റെ മേൽ
കടൽവെള്ളം തിരിച്ചു വരാൻ കാരണം ഇതായിരുന്നു. അപ്പോൾ നിലവിളിക്ക് ഉത്തരം കൊടുക്കുന്നവനാണ് ദൈവം. അപ്പോൾ യേശു കേട്ടു, യേശു നിന്നു. ദൈവത്തെ പിടിച്ചു നിർത്താൻ ഒന്നേ ഉള്ളൂ, നിലവിളിക്കുക. കാരണമുണ്ടായിരിക്കണം. ഉച്ചത്തിൽ നിലവിളിച്ചു പറഞ്ഞു. യേശു അവനെ വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ അവർ 49 വാക്യം, ജനത്തിൻ്റെ സ്വഭാവം മാറി. അവർ അന്ധനെ വിളിച്ച് അവനോട് പറഞ്ഞു, ധൈര്യമായിരിക്കൂ, എഴുന്നേൽക്കുക, യേശു നിന്നെ വിളിക്കുന്നു. 3 കാര്യം. ധൈര്യമായിരിക്കുക, എഴുന്നേൽക്കുക, യേശു നിന്നെ വിളിക്കുന്നു. ഈ ധൈര്യത്തിൻ്റെ അടിസ്ഥാനം നിൽക്കുന്നത് ദൈവം എൻ്റെ വിളി കേട്ടു. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും. ഇനി ഇരുന്ന് കരയേണ്ട കാര്യമില്ല, എണീറ്റ് വരിക. ധൈര്യമായിരിക്കുക, എഴുന്നേൽക്കുക, യേശു നിന്നെ വിളിക്കുന്നു. സന്തോഷമായി. അവൻ പുറങ്കുപ്പായം ദൂരെ എറിഞ്ഞ് കുതിച്ചു ചാടി യേശുവിൻ്റെ അടുത്തെത്തി. ഒരു കുരുടനാണോ എന്ന് തോന്നും. കാഴ്ചയില്ല, പക്ഷേ ശബ്ദമാണ് അവനെ നയിക്കുക. പുറങ്കുപ്പായം അത് തണുപ്പ് അകറ്റാൻ വേണ്ടി ആയിരിക്കാം, അല്ലെങ്കിൽ പുറങ്കുപ്പായം മുൻപിൽ ഭിക്ഷയ്ക്ക് വേണ്ടി വിരിച്ചിരുന്ന തുണിയാകുമെന്നുമാകട്ടെ, അതൊരു തടസ്സമാണ്. അത് വലിച്ചെറിഞ്ഞ് കുതിച്ചു ചാടി യേശുവിൻ്റെ അടുത്തെത്തി. ഇനി പുറങ്കുപ്പായം വേണ്ട, ഭിക്ഷ വേണ്ട, യേശു എന്നെ വിളിക്കുന്നു. യേശുവിൻ്റെ വിളി കേട്ടു. അവൻ ഓടി യേശുവിൻ്റെ അടുത്തെത്തി. യേശു ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണം എന്നാണ് നീ ആഗ്രഹിക്കുന്നത്? വളരെ നിർണായകമായ ചോദ്യമാണ്. എന്താണ് നിനക്ക് വേണ്ടത്? പ്രാർത്ഥനയ്ക്കും എന്താണ് പ്രാർത്ഥിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? വാട്ട് ഷാൽ ഐ ഡു ഫോർ യു? ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണം? എൻ്റെ ആവശ്യം എന്താണെന്ന് എനിക്കറിയണം. എന്തിനു വേണ്ടിയാണ് ഞാൻ നിലവിളിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് ഞാൻ വന്നത്? എന്ത് കിട്ടിയാലാണ് എൻ്റെ ജീവിതം സഫലമാവുക? എന്ത് കിട്ടിയാലാണ് എൻ്റെ ഹൃദയം സ്വസ്ഥമാവുക? ഞാൻ നിനക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? ദൈവം ഓരോ വ്യക്തിയോടും ചോദിക്കുന്നു. നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയോടും ചോദിക്കും, ഞാൻ നിനക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? അറിയണം. ഈ മനുഷ്യന് വളരെ വ്യക്തമായിട്ടറിയാം. വളരെ ലളിതമാണ് അവൻ്റെ ആവശ്യം. അത്യാവശ്യമാണ്. ഒന്നേ ഉള്ളൂ, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. വീണ്ടും കിട്ടണം എന്നൊരു തർജ്ജമയാണോ വ്യാഖ്യാനമാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അനാബ്ലെപ്പെയിൻ എന്നാണ് ഗ്രീക്കിലെ വാക്ക്. അനാബ്ലെപ്പെയിൻ, വീണ്ടും കാണണം എന്ന ഒരു വ്യാഖ്യാന സാധ്യതയുണ്ട്. അതാണ് പൊതുവെ കാണുന്നത്. വാണ്ട് ടു സീ അഗൈൻ എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യൻ ഒരിക്കൽ കുരുടനായിരുന്നില്ല, കാഴ്ച ഉണ്ടായിരുന്നു. ഏതോ കാരണവശാൽ കാഴ്ച നഷ്ടപ്പെട്ടതാണ്. അതുകൊണ്ട് വീണ്ടും കാണണം എന്ന ആശയമാകാം, സാധ്യതയുണ്ട്. ഒന്ന്. രണ്ടാമത്തേത്, നന്നായി കാണണമെന്നർത്ഥമുണ്ട്. നന്നായി കാണുക, എനിക്ക് വ്യക്തമായി കാണണം എല്ലാ കാര്യങ്ങളും. മൂന്നാമത്തേത്, ഉന്നതത്തിൽ നിന്നുള്ള കാണുക. അനാന്ന് പറഞ്ഞാൽ മുകളിൽ നിന്നുള്ള അർത്ഥം ഉണ്ടാവും. വീണ്ടും കാണുക. അപ്പോൾ എനിക്ക് കാണണം. എന്താണ് കാണേണ്ടത്? എല്ലാം കാണണം. ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ. ദൈവം കാണുന്ന പോലെ എന്നെ കാണണം. ദൈവം കാണുന്ന പോലെ ദൈവത്തെ കാണണം. ദൈവം കാണുന്ന എൻ്റെ സഹോദരങ്ങളെ കാണണം. എല്ലാം കാണാൻ കഴിയണം. ഇപ്പോൾ കണ്ണിൻ്റെ ഒരു പ്രത്യേകതയാണ്. അന്ധർക്ക് കാഴ്ച കൊടുക്കാനാണ് അവൻ വന്നത്. എങ്ങനെയാണ് കാണുന്നത്? ഓരോ വ്യക്തിയും ഓരോ വസ്തുക്കളെയും നമ്മൾ എങ്ങനെ കാണുന്നു? ഇവൻ അല്ലെങ്കിൽ ഇവൾ നിനക്കാരാണ്? നീ എങ്ങനെയാണ് കാണുക? ഒരു മനുഷ്യനെ, ഒരു വസ്തുവിനെ, നിന്നെ തന്നെ, ഒരു സാഹചര്യത്തെ എങ്ങനെ കാണുന്നു? എനിക്ക് കാണണം, നന്നായിട്ട് കാണണം. എങ്ങനെ? അങ്ങ് കാണുന്നത് പോലെ. ദൈവമേ, അങ്ങനെ കാണുന്ന പോലെ ഞാൻ എന്നെ കാണാൻ എനിക്ക് സാധിക്കണം. അങ്ങൻ്റെ സഹോദരങ്ങളെ കാണുന്ന പോലെ വരെ കാണാൻ എനിക്ക് സാധിക്കണം. അപ്പോൾ ഒരു യഥാർത്ഥമായ കാഴ്ച, അതാണ് ആവശ്യം. സത്യം അറിയണം. ഗുരു, എനിക്ക് കാഴ്ച കിട്ടണം. യേശു പറഞ്ഞു, നീ പൊയ്ക്കൊള്ളുക, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. തൽക്ഷണം അവന് കാഴ്ച ലഭിച്ചു. അവൻ യേശുവിനെ അനുഗമിച്ചു. വളരെ ലളിതമാണ്. നീ പൊയ്ക്കൊള്ളുക, നിൻ്റെ വിശ്വാസം രക്ഷിച്ചിരിക്കുന്നു. യേശുവിന് തന്നെ രക്ഷിക്കാൻ കഴിയുമെന്ന് അവൻ വിശ്വസിച്ചു. യേശുവിന് കാഴ്ച കൊടുക്കുമെന്ന് വിശ്വസിച്ചു. അവന് കാഴ്ച ലഭിച്ചു. ഇനി പറയുന്ന 2 വാക്കുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാഴ്ച ലഭിച്ചു, അവൻ യേശുവിനെ അനുഗമിച്ചു. അനുഗമിച്ചു എന്നത് POC ബൈബിളിൻ്റെ വിവർത്തനമാണ്. അവിടെ ഒരു വാക്ക് വിട്ടുപോയിട്ടുണ്ട്. അവൻ വഴിയിൽ അവനെ ഓൺ ദ വേ, ഫോളോഡ് ഹിം ഓൺ ദ വേ. വഴി എന്ന പദം വിട്ടുപോയിട്ടുണ്ട്. പിന്നീട് ട്രാൻസ്ലേഷൻ വരുത്തിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അവൻ യേശുവിനെ വഴിയിൽ അനുഗമിച്ചു. അവന് കാഴ്ച കിട്ടി. കാഴ്ച കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇനി എൻ്റെ സ്വന്തം കാര്യം നേടുകയല്ല. യഥാർത്ഥമായ കാഴ്ച ലഭിച്ചപ്പോൾ അവൻ യഥാർത്ഥ ശിഷ്യനായി മാറുകയാണ്. ഇതുവരെ വേലിയിറമ്പിൽ കഴിഞ്ഞ, മറ്റുള്ളവരുടെ ഔദാര്യത്തിന് വേണ്ടി കൈനീട്ടിക്കൊണ്ട് നിലവിളിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ ഇപ്പോഴ് അവൻ്റെ സ്വത്വം വീണ്ടെടുത്തി. അവൻ്റെ യഥാർത്ഥ സ്വഭാവം, താൻ ആരാണെന്ന് മനസ്സിലായി. യേശു കാണുന്ന പോലെ, ദൈവം കാണുന്ന പോലെ അവർ തന്നെ കാണാൻ സാധിച്ചു. അവന് ബാഹ്യമായ കണ്ണു മാത്രമല്ല, ഉൾക്കാഴ്ചയും കിട്ടി. താൻ ആരാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ ഇനി ഒന്നേ ഉള്ളൂ, അനുഗമിക്കുക, യേശുവിൻ്റെ പിന്നാലെ പോവുക. അവന് കാഴ്ച ലഭിച്ചു. അവൻ ആഗ്രഹിച്ചത് കിട്ടി.
ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ കിട്ടി. ഇനി ഒന്നേ ഉള്ളൂ, യേശുവിനെ പിന്നാലെ പോകണം. ഒരു ശിഷ്യത്വത്തിൻ്റെ യഥാർത്ഥമായൊരു മാതൃക വളരെ അസാധാരണമായ രീതിയിൽ സുവിശേഷകൻ ഇവിടെ എടുത്തു കാണിക്കുകയാണ്. ഓർക്കണം, യേശുവിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് ഗലീലയിലെ തടാകതീരത്താണ്. 4 പേരെ വിളിച്ചുകൊണ്ടാണ് ആരംഭിക്കുക. 3 വർഷം കഴിഞ്ഞു. ഈ 4 പേര്, പത്രോസും അന്ത്രയോസും യാക്കോബും യോഹന്നാനും, പിന്നെ 8 പേര് കൂടി 12 അപ്പസ്തോലന്മാരെ പ്രത്യേകം തിരഞ്ഞെടുത്തു. അവരെ യേശു കൂടെ കൊണ്ടു നടന്നു. 3 വർഷം ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു, കാണിച്ചു, ചെയ്തു കൊടുത്തു, സംരക്ഷിച്ചു. അവരെ തൻ്റെ പ്രവർത്തനത്തിൽ പങ്കുചേരാനായിട്ട് സഹായിച്ചു, സുവിശേഷം പ്രസംഗിക്കാൻ അയച്ചു. അവരും അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. എന്നിട്ടോ ഒന്നും മനസ്സിലായില്ല. 3 വർഷം കൂടെ നടന്ന ഈ ശിഷ്യന്മാർക്ക് സാധിക്കാതെ പോയത് ഇവിടെ പട്ടണത്തിന് പുറത്ത് വേലിയിറമ്പിൽ ഭിക്ഷ അയച്ചു കഴിഞ്ഞ ഒരു യാചകന് സാധിച്ചു. ബർത്തിമേയൂസ്. അവന് പേരുണ്ട്, അവന് കാഴ്ച ലഭിച്ചു, അവൻ യേശുവിനെ അനുഗമിച്ചു, യേശുവിൻ്റെ പിന്നാലെ പോവുകയാണ്. എങ്ങോട്ടാണെന്ന് അവനറിയില്ല, പക്ഷേ യേശുവിനെ അനുഗമിച്ചു. നമുക്കറിയാം, യേശുവിൻ്റെ യാത്ര ജെറൂസലമിലേക്കാണ്. ശിഷ്യന്മാരുടെ എല്ലാം കണ്ട് ജെറൂസലത്തുണ്ടാകാൻ പോകുന്ന മഹത്വത്തെക്കുറിച്ചാണ്. അവിടെയുള്ള സിംഹാസനമാണ് ഇവരുടെ കാഴ്ചപ്പാടിൽ. ഈ കുരുടനതൊന്നും വേണ്ട, യേശുവിൻ്റെ കൂടെ ആയിരിക്കണം. അപ്പോൾ ശിഷ്യത്വത്തിൻ്റെ യഥാർത്ഥമായൊരു മാതൃക നമുക്ക് ഈ കുരുടനിൽ കാണാൻ സാധിക്കും. തൻ്റെ ഇല്ലായ്മയെക്കുറിച്ചുള്ള അവബോധമുണ്ടാവുക, ഞാൻ ആരാണെന്നുള്ള യാഥാർത്ഥ്യ ബോധമുണ്ടാവുക, യേശു ആരാണ്, യേശു എന്താണ് നിൽക്കുന്നത് എന്നുള്ള വ്യക്തമായ ബോധ്യമുണ്ടാവുക. എങ്ങോട്ടാണ് എന്നെ നയിക്കുന്നത്? സിംഹാസനത്തിൻ്റെ മഹത്വത്തിലേക്കല്ല, കുരിശിൻ്റെ സ്നേഹത്തിലേക്കാണ് കടന്നു പോകുന്നത്. കുരിശിലൂടെ സ്വയം ത്യജിക്കുന്ന, എല്ലാം വിട്ടുകൊടുക്കുന്ന, അവസാന നിമിഷം വരെ, അവസാനം വരെ പിതാവിൻ്റെ ഹിതത്തിന് പൂർണ്ണമായി വിട്ടുകൊടുക്കുന്ന ആ ഒരു സ്നേഹത്തിൻ്റെ വഴിയിലാണ് ശിഷ്യൻ സഞ്ചരിക്കേണ്ടത്. മഹത്വത്തിൻ്റെ സ്വപ്നങ്ങളല്ല അവന് കാത്തുപാലിക്കേണ്ടത്. അത് കാത്തുപാലിച്ച് കഴിച്ചിരുന്ന പത്രോസിനും കൂട്ടർക്കും സാധിക്കാത്തത് ഇവിടെ ഈ കുരുടന് സാധിക്കുന്നു. അവൻ യേശുവിൻ്റെ പിന്നാലെ പോയി. എൻതേ ഓദോ എന്ന് പറയും. അവൻ വഴിയിൽ, ഈ വഴി വളരെ പ്രധാനപ്പെട്ടതാണ്. യേശുവിൻ്റെ വഴി എന്താണ്? കുരിശിൻ്റെ വഴിയാണ്. കുരിശിലൂടെ, സഹനത്തിലൂടെ, മരണത്തിലൂടെ മഹത്വത്തിലേക്ക് പോകുന്ന വഴിയാണ്. കുരിശ് അവസാനമല്ല, കുരിശൊരു മാർഗമാണ്, കുരിശ് ലക്ഷ്യമല്ല, കുരിശ് വഴിയാണ്. അപ്പോൾ യേശുവിൻ്റെ പിന്നാലെ പോകുന്നു. അതാണ് ശിഷ്യത്വം. ഇതായിരിക്കണം ശിഷ്യൻ എന്ന് എടുത്തു കാണിക്കുകയാണ്. യാത്രാ വിവരണം ഇവിടെ അവസാനിക്കുന്നു. യാത്രാ വിവരണം അവസാനിക്കുമ്പോൾ ശിഷ്യന്മാരെ കുറിച്ചുള്ള പരാമർശം, യഥാർത്ഥ ശിഷ്യൻ എന്തായിരിക്കണം? തൻ്റെ അന്ധതയെക്കുറിച്ച്, ഇല്ലായ്മയെക്കുറിച്ച്, പാവാവസ്ഥയെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുണ്ടാകുന്നു. താൻ ആരായിരിക്കണം, എന്തായിരിക്കും എന്നുള്ള അവബോധം ഉണ്ടാകുന്നു. എന്തു വേണമെന്നറിയാം. പ്രാർത്ഥിക്കുന്നു, യാചിക്കുന്നു, നിലവിളിക്കുന്നു, ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥന നിരത്തുന്നു. പ്രാർത്ഥന സ്വീകരിച്ച് കഴിയുമ്പോൾ അവൻ യാത്ര ചെയ്യാൻ തയ്യാറാകുന്നു. യേശുവിൻ്റെ കൂടെ പോവുകയാണ്. അപ്പോൾ അവന് കാഴ്ച ലഭിച്ചു, അവൻ യേശുവിനെ വഴിയിൽ പിന്തുടർന്നു. ഇവിടെ ഒരു സെക്ഷൻ അവസാനിക്കുകയാണ്. ഇനി അങ്ങോട്ട് വരുന്നത് ജെറൂസലമിലെ പ്രവർത്തനങ്ങളാണ്. യേശുവിൻ്റെ ജെറൂസലമിലെ പ്രവർത്തനം 11 മുതൽ 16 വരെയുള്ള 7 അധ്യായങ്ങളിൽ വിശദമായി ദീർഘമായി മർക്കോസ് വിവരിക്കുന്നുണ്ട്. 11-ാം അധ്യായം 12, 14, 20 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സംഭവം കൂടി വിശദീകരിച്ചുകൊണ്ട് നമുക്കിത് അവസാനിപ്പിക്കാം. അത് യേശു ജെറൂസലമിലേക്ക് പോവുകയാണ്. ജെറൂസലമിൽ വന്നു. അവിടെ ആഘോഷപൂർണമായ ഒരു സ്വീകരണം യേശുവിന് ലഭിച്ചു. യേശു ദേവാലയത്തിൽ ചെന്നു, എല്ലാം കണ്ടു, തിരിച്ചു പോന്നു. അപ്പോൾ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ യേശു ജെറൂസലത്തിൽ എത്തിയ ദിവസം ദേവാലയത്തിൽ പോയെങ്കിലും മറ്റൊന്നും സംഭവിക്കുന്നത് കാണുക തിരിച്ചു വരുന്നേ ഉള്ളൂ. 2-ാം ദിവസം ജെറൂസലത്തേക്ക് പോകുന്ന വഴിക്ക് യേശുവിന് വിശക്കുന്നുണ്ട്. 11-ാം അധ്യായം 12, 14 വാക്യങ്ങളിൽ അവൻ ബെഥാനിയയിൽ നിന്ന് വരുമ്പോൾ അവന് വിശക്കുന്നുണ്ടായിരുന്നു. അകലെ തളിരിട്ട് നിൽക്കുന്ന ഒരു അത്തിമരം കണ്ട് അതിലെന്തെങ്കിലും ഉണ്ടാകാമെന്ന് വിചാരിച്ച് അടുത്തു ചെന്നു. എന്നാൽ ഇലകളില്ലാതെ മറ്റൊന്നും കണ്ടില്ല. അത് അത്തിപ്പഴങ്ങളുടെ കാലമല്ലായിരുന്നു. അവൻ പറഞ്ഞു, ആരും ഇനി ഒരിക്കലും നിന്നിരുന്ന പഴം തിന്നാതിരിക്കട്ടെ. അവൻ്റെ ശിഷ്യന്മാർ ഇത് കേട്ടു. ഇതിനുശേഷം ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നു. അവിടെ കച്ചവടം കാരെ എല്ലാം പുറത്താക്കുന്നു. ദേവാലയ ശുദ്ധീകരണം. 3-ാം ദിവസം വീണ്ടും, ആദ്യത്തെ ദിവസം പോയി കണ്ടു, 2-ാം ദിവസം ദേവാലയം ശുദ്ധീകരിക്കുന്നു. 3-ാം ദിവസം 20-ാം വാക്യം, അവർ രാവിലെ അത്തിമരത്തിൻ്റെ സമീപത്തൂടെ കടന്നു പോകുമ്പോൾ അത് സമൂലം ഉണങ്ങിപ്പോയിരിക്കുന്നത് കണ്ടു. അപ്പോൾ അത്തിമരത്തെ ശപിക്കുന്നു, ദേവാലയം ശുദ്ധീകരിക്കുന്നു, അത്തിമരം ഉണങ്ങുന്നു. ഈ 2 സംഭവങ്ങൾ, ശപിക്കലും ഉണക്കലും രണ്ടായി വേർതിരിച്ച് അതിനിടയിൽ ദേവാലയ ശുദ്ധീകരണത്തെക്കുറിച്ച് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടതാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ രണ്ടും വ്യത്യാസമില്ല. അത്തിമരത്തെ ശപിക്കുന്നു, ഉടനെ ഉണങ്ങുന്നു. ലൂക്കായുടെ സുവിശേഷത്തിൽ സംഭവം രേഖപ്പെടുത്തിയിട്ടില്ല. അതിന് പകരം 13-ാമത്തെ അധ്യായത്തിൽ ഫലം തരാത്ത അത്തിവൃക്ഷത്തിൻ്റെ ഉപമയിലൂടെ കാര്യം അവതരിപ്പിക്കുകയാണ്. അപ്പോൾ എന്താണ് ഇതിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്? എന്താണ് അത്തിമരത്തിൻ്റെ പ്രത്യേകത? അത്തിമരം
എപ്പോഴും ഫലം നൽകുന്നതാണ് എന്ന് വിചാരിച്ചിരുന്നു. അത്തിമരം വിശ്വാസത്തിൻ്റെ പ്രതീകം കൂടിയാണ്. ഇവിടെ കാണുന്നത് അത്തിമരത്തിൽ ധാരാളം ഇലകളുണ്ട്, പക്ഷേ ഫലങ്ങളൊന്നുമില്ല. മർക്കോസ് പറയുന്നത് അത്തിപ്പഴത്തിൻ്റെ കാലമായിരുന്നില്ല. ഏപ്രിൽ മാസമാകും ഫലമുണ്ടാണെങ്കിൽ ജൂലൈ ഓഗസ്റ്റ് ഒക്കെ ആണ്. ധാരാളം ഇലകളുണ്ട് എന്ന് പറഞ്ഞാൽ ഫലമുണ്ട് എന്നൊരു സൂചന നൽകുന്നു, പക്ഷേ യഥാർത്ഥമൊന്നുമില്ല. കാഴ്ച മാത്രം, പുറമേയുള്ള പ്രകടനാത്മകമായ മതാത്മകതയുടെ ഭക്തിയുടെ പ്രതീകമായിട്ടാണ് ഈ അത്തിമരം നിൽക്കുക. പിന്നെ എന്തെങ്കിലും ഉണ്ടായിരിക്കും. ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് അത്തിപ്പഴത്തിൻ്റെ കാലമായിരുന്നില്ല, പഴുക്കാറായില്ല, പിഞ്ചുകായാണെങ്കിലും ഇതിനാവല്ലോ. അപ്പോൾ എന്തെങ്കിലും കാണും, അത്തിപ്പഴം കാണണമെന്നില്ല. പക്ഷേ ഈ ഇലയല്ലാതെ മറ്റൊന്നുമില്ലാത്ത ഈ അത്തിവൃക്ഷം അത് ഒരു കാപട്യത്തിൻ്റെ മുഖം മൂടിയുടെ പ്രതീകമാണ്, മതാത്മകതയുടെ പ്രതീകം. ഫരിസേയത്വത്തിൻ്റെ ഈ പ്രകടനാത്മകമായ മതാത്മകതയുടെ പ്രതീകമായിട്ടാണ് ഇവിടെ അത്തിമരം നിൽക്കുക. അത്തിമരം അതിൽ തന്നെ മരത്തിൻ്റെ സ്വഭാവം അതാണ്, മരത്തിന് ഇത്രയും ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ അത്തിമരം പ്രതീകമായിട്ട് കാണണം. എന്തിൻ്റെ പ്രതീകമാണ്? തൊട്ടടുത്ത് വരുന്ന ജെറൂസലം ദേവാലയത്തിന് പ്രതീകമായിട്ട് നിൽക്കുന്നു. ദേവാലയത്തിലേക്ക് വരുമ്പോഴേക്കും ധാരാളം ആളുകളുണ്ട്, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ വരുന്നു തീർത്ഥാടകരായി. ഒരുപാട് ബലിയർപ്പണങ്ങൾ നടക്കുന്നു, കീർത്തനങ്ങൾ ആലപിക്കുന്നു, ഹോസാനയും ഹല്ലേലൂയയും എല്ലാ വകയും ഉണ്ട്. പക്ഷേ ഇവിടെ കച്ചവടം കൂടി നടക്കുന്നുണ്ട്. ഇപ്പോൾ ദേവാലയത്തിൻ്റെ ശുദ്ധീകരണത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രത്യേകം ഓർക്ക്, ദേവാലയം 40 ഏക്കർ വിസ്തൃതിയുള്ള വിശാലമായ പ്രദേശമാണ്. അതിനെ വിജാതിർക്കായി മാറ്റി വെച്ചിരുന്ന സ്ഥലമുണ്ട്. അവിടെയാണ് ബലിമൃഗങ്ങളെ വിൽപ്പനയ്ക്ക് വെച്ചിരുന്നത്. ആ ബലിമൃഗങ്ങളാണ് അമിത വിലയ്ക്ക് ഇടയാക്കി വിറ്റുകൊണ്ടാണ് കച്ചവട കേന്ദ്രമാക്കി മാറ്റുക. അപ്പോൾ പുറമെ നോക്കുമ്പോൾ എല്ലാം മനോഹരമാണ് തോന്നുമെങ്കിലും അടുത്ത് വരുമ്പോൾ വിശ്വാസവുമില്ല, ഭക്തിയുമില്ല, വെറും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മാത്രം. അതുകൊണ്ടാണ് ആ ദേവാലയത്തിന് നിലനിൽപ്പില്ല എന്ന് പറയുക. ഇനി ദേവാലയം തന്നെ ജനത്തിൻ്റെ പ്രതീകമാണ്, ഇസ്രായേൽ ജനത്തിൻ്റെ പ്രതീകം. ഇപ്പോൾ ഈ അത്തിമരം ഇവിടെ വെറും പ്രകടനാത്മകമായ ഭക്തിയുടെ, യഥാർത്ഥമായ മാനസാന്തരമില്ലാത്ത, വിശ്വാസമില്ലാത്ത, സ്നേഹമില്ലാത്ത ഭക്തിയുടെ അടയാളമായി നിൽക്കുന്നു. ദേവാലയം അതാണ്. ഈ ദേവാലയം ജനത്തിൻ്റെയും പ്രതീകമാണ്. അപ്പോൾ ഈ അത്തിമരത്തിന് സംഭവിച്ച് ദേവാലയത്തിൽ സംഭവിക്കും, ദേവാലയത്തിൽ സംഭവിച്ച് ജനത്തിന് സംഭവിക്കും. അത്തിമരം ഇവിടെ ഉണങ്ങി ഏതാണ്ട് 30 വർഷം കഴിയുമ്പോൾ, 30-40 വർഷം കഴിയുമ്പോൾ AD 70 ദേവാലയം നശിപ്പിക്കപ്പെട്ടു. ഇസ്രായേൽ ജനം നാട് കടത്തപ്പെട്ടു. അത് ഒരു വലിയ ശിക്ഷയുടെ അടയാളമായി തീരുന്നു. അതിനുള്ള ഒരു മുൻ സൂചനയായിട്ട് കാണണം ഈ അത്തിമരത്തിൻ്റെ കഥ. ഒരു താക്കീതായിട്ടാണ് മർക്കോസ് അവതരിപ്പിച്ചിരിക്കുന്നത്. അത്തിമരം നമുക്കെല്ലാം ഒരു മുന്നറിയിപ്പാണ്, താക്കീതാണ്. വിശ്വാസം ഏതാനും ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും പ്രാർത്ഥനകളിലും ഒതുങ്ങി നിൽക്കേണ്ട ഒന്നല്ല. ഇതെല്ലാം ആവശ്യമാണ്. പക്ഷേ അതിനപ്പുറത്ത് ഹൃദയത്തിൽ നിന്ന് വരുന്ന സ്നേഹത്തിൻ്റെയും പങ്കുവയ്ക്കുന്ന സ്നേഹത്തിൻ്റെ, നീതിയുടെ, കരുണയുടെ പ്രവർത്തനം ഉണ്ടാകണം. യേശു ആവശ്യപ്പെട്ട് പ്രവർത്തിക്കാതെ ആചാരങ്ങൾ മാത്രം ഒതുങ്ങി നിൽക്കുന്ന മതാത്മകതയ്ക്ക് ഈ അത്തിവൃക്ഷത്തിൻ്റെ ഫലമായിരിക്കും, വിധിയായിരിക്കും സംഭവിക്കുക എന്ന സൂചന കൂടി മർക്കോസ് തരുന്നുണ്ട്. ശിഷ്യന്മാർക്ക് സംഭവിച്ചതാണ് എല്ലാം. മടങ്ങി വരണം. യഥാർത്ഥമായൊരു മാനസാന്തരം ഉണ്ടാകണമെങ്കിൽ ക്രൂശിതൻ്റെ കൂടെ പോകാൻ തയ്യാറാകണം, അവിടെ നിൽക്കണം. ശിഷ്യന്മാർക്ക് സാധിച്ചില്ല, ബർത്തിമേയുസിന് സാധിച്ചു. അവസാനം ശിഷ്യന്മാർക്ക് സാധിക്കും. യേശുവിൻ്റെ മരണവും ഉത്ഥാനവും കഴിയുമ്പോൾ യേശുവിൻ്റെ സഹനത്തിൽ പങ്കുചേരാൻ അവരും തയ്യാറാകും. അപ്പോൾ ഈ അത്തിമരത്തിൻ്റെ ഒരു പ്രതീകത്തിലൂടെ സുവിശേഷം അവസാനിക്കുകയല്ല. അവസാനിക്കുന്നത് വസ്തുത്തിൽ യേശുവിൻ്റെ സ്വർഗ്ഗാരോഹണത്തോടു കൂടിയാണ് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ. പക്ഷേ അടയാളങ്ങളെക്കുറിച്ചുള്ള പഠനം മർക്കോസിൻ്റെ സുവിശേഷം കൂടി അവസാനിപ്പിക്കുകയാണ്. അവസാനത്തെ അടയാളം ഒരു താക്കീത് കൂടിയാണെന്ന കാര്യം നമുക്ക് മറക്കാതിരിക്കാം. എന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കാന്യവാനും സ്നേഹനിധിയുമായ ദൈവമേ, പട്ടണത്തിൻ്റെ പുറമ്പോക്കിൽ, വഴിവക്കിൽ ഭിക്ഷയാചിച്ചിരുന്ന കുരുടൻ ബർത്തിമേയൂസിന് അവിടുന്ന് കാഴ്ച നൽകി യഥാർത്ഥ ശിഷ്യത്വത്തിൻ്റെ മാതൃകയായി അവനെ ഉയർത്തി ബർത്തിമേയൂസ് അങ്ങയെ അനുഗമിച്ചു. കർത്താവെ, അതുപോലെ ബർത്തിമേയൂസ് യാചിച്ച കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് കാഴ്ച ലഭിക്കണം. അങ്ങ് കാണുന്നത് പോലെ ഞങ്ങളെ കാണാൻ, അങ്ങയെ കാണാൻ, ഞങ്ങളുടെ സഹോദരങ്ങളെ കാണാൻ, ഞങ്ങളെ സംബന്ധിച്ചുള്ള അങ്ങയുടെ പദ്ധതി കാണാൻ ഞങ്ങളുടെ ഉൾക്കണ്ണുകൾ തുറന്നു തരണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.